ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് ഇടത് നിരീക്ഷകൻ കൂടി ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെടുത്തിയ പ്രചാരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നടക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുകയാണ്. നോക്കൂ, ഇവിടെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെടുത്തി ടീകോമുമായി സർക്കാർ ഒരു കരാർ ഉണ്ടാക്കുന്നു. സ്വാഭാവികമായും ആ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ആ സ്ഥാപനത്തെ ഒഴിവാക്കാനുള്ള വ്യവസ്ഥയും ആ കരാറിൽ തന്നെ ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ ടീകോം ആദ്യഘട്ടത്തിൽ വാഗ്ദാനം ചെയ്തിരുന്ന തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആ കരാറിൽ നിന്നും സർക്കാരിന് പിന്മാറേണ്ടി വരുന്നത്. പക്ഷേ അവിടെ വലിയ തരത്തിലുള്ള പ്രചാരണം മറ്റൊരു തരത്തിൽ നടക്കുകയാണ്. എന്താണ് ഇതിലെ വസ്തുത എന്നുള്ളതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് കക്ഷികളും അതുപോലെ തന്നെ ചില വ്യക്തികളും ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രകടിപ്പിക്കുന്നത് പറയുന്നത് വ്യക്തമാകുന്നില്ല. റേഞ്ചിന്റെ പ്രശ്നമാണ് എന്നാണ് കരുതുന്നത്. ഒരിക്കൽ കൂടി താങ്കളെ ബന്ധപ്പെടാം. ദയവായി മടങ്ങി വരാം ഞാൻ താങ്കളിലേക്ക്. വീണ്ടും നൃപനിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. സ്മാർട്ട് സിറ്റിയിലെ വസ്തുതകൾ മറച്ചുവെച്ച് നടത്തുന്ന കള്ളപ്രചാരണങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടീകോം കമ്പനി സർക്കാരുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന കരാർ വ്യവസ്ഥകൾ ലംഘിച്ചു. 90,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാമെന്നുള്ളതായിരുന്നു വ്യവസ്ഥ. പക്ഷേ അതുണ്ടായില്ല. ഈ സാഹചര്യത്തിലൊക്കെയാണ് ഈ ഭൂമി തിരിച്ചു പിടിച്ച് അത് ഇൻഫോ പാർക്കിനോടും അല്ലെങ്കിൽ ഇൻഫോസിസിനോടും ചേർത്ത് കൂടുതൽ IT കമ്പനികൾ സ്ഥാപിക്കുക, അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത്. പക്ഷേ ഇങ്ങനെയൊരു തീരുമാനത്തെ വലിയ തരത്തിൽ വ്യാജ പ്രചാരണം നടത്താനായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഉപയോഗിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മാഫിയ വരെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള പ്രചാരണം നടക്കുന്നു. പക്ഷേ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടീകോമുമായി കരാർ ഒപ്പിടുന്നു. പക്ഷേ ടീകോം കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല. സ്വാഭാവികമായും ആ ഭൂമി പിടിച്ചെടുക്കുക സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് മറ്റാവശ്യങ്ങൾക്കായി, പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നത് ഇൻഫോ പാർക്കിലൊക്കെ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാനായി ആളുകൾ എത്തുന്നുണ്ടെങ്കിലും അതിന് അനുയോജ്യമായ ഭൂമി ഇല്ലാതെ അതിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് സ്മാർട്ട് സിറ്റിയുടെ ഇത്രമാത്രം ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുന്നത്. അതാണ് സർക്കാർ പിടിച്ചെടുത്ത് ഇൻഫോ പാർക്ക് വികസനത്തിനൊപ്പം ചേർക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് ഈ വ്യാജ പ്രചാരണം എന്നുള്ളതാണ്. റെജി ലൂക്കോസ് വീണ്ടും ചേരുകയാണ്. റെജി ലൂക്കോസ് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു എന്താ വെച്ചാല്, സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ നടപടി വളരെ അഭിനന്ദനാർഹമാണ്. കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ടീകോം എന്ന് പറയുന്ന സ്മാർട്ട് സിറ്റിയുമായിട്ടുള്ള കരാറിൽ അത് നമുക്കറിയാം, അത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് തുടക്കം കുറിച്ചത്. VS അച്യുതാനന്ദന്റെ കാലത്ത് അത് എഗ്രിമെന്റ് ചെയ്തു. അതിന് ആ ചരിത്രം നമുക്കറിയാം. 13-14 വർഷത്തെ ഹിസ്റ്ററിയിൽ അവർ പറയുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കാത്ത വന്നപ്പോൾ അന്നത്തെ കരാർ അനുസരിച്ച് അവർ മടങ്ങിപ്പോകുന്നു. അവരൊരു വലിയ തുക ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ഇപ്പോഴത്തെ ഈ നടപടിയിലുള്ള ഞാൻ അഭിനന്ദനാർഹം എന്ന് വാക്കുപയോഗിക്കാൻ കാരണം 236 ഏക്കർ അവിടെ കാട് പിടിച്ചു കിടക്കുക, ഒരു വലിയ ബിൽഡിംഗും. ആ 236 ഏക്കറിലേക്ക് ഇൻഫോ പാർക്ക് പോലിന്റെ അടുത്ത സെഗ്മെന്റിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചോളം IT മേഖല ഒരു വലിയ കുതിച്ചുചാട്ടാണ്. മറ്റൊരു പ്രത്യേകത ഈ വിമർശകർ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് IT സെക്ടർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് കേരളത്തിലെ ഇൻഫോ പാർക്കും നമ്മുടെ ടെക്നോ പാർക്കും അവിശ്വസനീയമായ രീതിയിലുള്ള കുതിപ്പിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു IT പാർക്ക് ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക്. അത് EK നായനാർ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മയുടെ ശ്രമപരമായിരുന്നു. അന്ന് നമുക്ക് അചിന്തനീയമായിരുന്ന ഒരു വ്യവസായ സംരംഭമാണ് IT എന്ന് പറയുന്നത്. അപ്പൊ കേരള സർക്കാർ ഇപ്പൊ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് തന്നെ നേടിയെടുത്തിരിക്കുന്ന ഈ IT മേഖല രാജ്യത്തിന് പുറത്തും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇങ്ങോട്ടേക്ക് ഫ്രാഞ്ചൈസികളെ കൊണ്ടുവരാനും ഔട്ട്സോഴ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ലോകത്തിന് മുമ്പിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാണ്. നമ്മോടൊപ്പം തന്നെ അല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്ക് ശേഷം അന്ന് അന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡു സിലിക്കോൺ വാലിയിലെല്ലാം പോയി സന്ദർശിച്ചതിന് ശേഷം ഹൈദരാബാദിനെ ഒരു IT ഹബ്ബാക്കാൻ മാറ്റിയതിൻ്റെതായ കഥ നമ്മൾക്കുണ്ട്. പക്ഷേ അത്രയ്ക്കൊന്നും കാര്യമായ രീതിയിലുള്ള എതിർപ്പുകളൊന്നും ഇല്ലായിരുന്നു. കേരളത്തെ സംബന്ധിച്ചോളം ഹൈദരാബാദിനെ പോലെ മറികടന്നുകൊണ്ടുള്ള ഒരു വികസനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഏറ്റവും ഒരു വസ്തുത, ഈ വിമർശിക്കുന്നവർ മനസ്സിലാക്കണം. ഇന്നലെ ഞാൻ കണ്ടു ചില ആളുകളൊക്കെ ഇതിനെ ഒരു തസ്കര സംഘമായിട്ടൊക്കെ വിമർശിച്ചു. ദുബായ് ഗവൺമെന്റുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ഒരു സ്വകാര്യ സ്ഥാപനമാണ്, ഒരു സംരംഭമാണ് ടീകോം എന്ന് പറയുന്നത്. അവർക്ക് UAE-ക്ക് ദുബായിക്ക് വെളിയിൽ ഈ സംരംഭത്തിന് ഒരു ബ്രാഞ്ച് തുടങ്ങാൻ ഒന്നും താല്പര്യമില്ലായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ ഗവൺമെന്റ് അത് കൊണ്ടുവരികയും അതിന് കാലങ്ങളായിട്ടുള്ള രീതിയിലുള്ള വികസന പ്രവർത്തനം നടത്തുകയും ചെയ്തപ്പോൾ ഇപ്പോൾ ഈ ടീകോം എന്ന് പറയുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഒരു സ്ഥാപനത്തെ തസ്കര സംഘം എന്ന് വിശേഷിപ്പിച്ച് അപമാനിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഇതൊരു IT കമ്പനി അല്ല, ഇതിന് നഷ്ടപരിഹാരം ഇങ്ങോട്ട് വാങ്ങിക്കണം എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവും ചെയ്യുന്നത് കടുത്ത ക്രൂരതയാണ്. എന്താണ് ആ ക്രൂരത?
ദുബായ് പോലുള്ള രാജ്യങ്ങൾ, UAE പോലുള്ള രാജ്യങ്ങളിൽ 10,000-കണക്കിന് മലയാളികൾ അവിടെ ജോലി ചെയ്യുവാണ്. നമ്മുടെ എല്ലാ വിഷമഘട്ടങ്ങളും നമ്മോടൊപ്പം ചേർത്ത് നിന്നുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് വലിയ സംഭാവന ചെയ്യുന്ന ഭരണകൂടങ്ങളാണ് ദുബായ് പോലെയുള്ള രാജ്യങ്ങൾ. ആ രാജ്യത്തെ ഒരു സ്ഥാപനം ഇവിടെ വന്ന് അവർക്ക് പറയുന്ന രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കാതെ വന്നപ്പോൾ അവർ പിൻവലിയുന്നു. അത് മാന്യമായി അവർ പിൻവലിയുമ്പോൾ അവരുമായിട്ട് വലിയ നല്ല സൗഹാർദ്ദത്തോടുകൂടി അവർക്ക് എഗ്രിമെന്റ് കൊടുത്ത 236 ഏക്കർ സ്ഥലം നമുക്ക് തിരിച്ചു കിട്ടുകയും അവിടെ അഭൂതപൂർവമായിട്ടുള്ള IT സെക്ടറിലെ വികസനത്തിന് വേണ്ടിയിട്ട് മറ്റു പല സംരംഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിൽ സർക്കാർ ഒരു തീരുമാനം എടുത്തതിനെ 100% അഭിനന്ദിക്കുക ചെയ്യേണ്ടത്. കാരണം അതിന് ആ രണ്ട് കാരണങ്ങളാണ് ഞാനിവിടെ വിശദീകരിച്ചു. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന ഓരോ വാക്യങ്ങളും ഓരോ വാചകമടിയും ബാധിക്കുന്നത് നമ്മോടെപ്പോഴും നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE, അതിലെ ദുബായ് പോലുള്ള രാജ്യങ്ങളിലെ ആ ഭരണകർത്താക്കളോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണ്. എന്ത് വഞ്ചനയും ചതിയും അല്ലെ എന്ത് എക്സ്പ്ലോയിറ്റേഷനാണ് ഈ ടീകോം കമ്പനി കേരളത്തിനോട് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. 65,000 പേർക്ക് തൊഴിൽ കൊടുക്കും എന്നൊരു വാഗ്ദാനത്തിൽ അവർ വന്നു. അവർക്ക് 10,000 പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അവർക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ ആ കരാർ അനുസരിച്ച് മടങ്ങി പോകുമ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കൊടുക്കത്തക്ക രീതിയിലുള്ള സമിതിയെ രൂപീകരിച്ച് അതിനുള്ള നടപടിക്രമങ്ങൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എന്താ? ഇമ്മൻസ് സ്കോപ്പാണ്, ഇമ്മൻസ് അവസരങ്ങളാണ്. ലോകത്തിന് മുമ്പിൽ കൊച്ചി പോലുള്ള ഒരു നഗരത്തെയും കേരളത്തിനെയും IT സെക്ടറിലാണെങ്കിലും മറ്റെന്ത് സെക്ടറിലാണെങ്കിലും വലിയ രീതിയിൽ നമുക്കൊരു ഷിപ്പ്യാർഡ് ഉണ്ട് അവിടെ, അല്ല നമുക്ക് തുറമുഖ സൗകര്യമുണ്ട്, നമുക്ക് വിമാനത്താവള സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാത്തിനും എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പരമാവധി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു അവസരം കേരള സർക്കാരിന്റെ മന്ത്രിസഭ എടുത്തതിനെ ഇതിനെ എതിർക്കുന്നവർ സത്യത്തിൽ പറയുന്നത് കേരളത്തിന്റെ വികസനത്തിനോടും വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന മലയാളികളോടും ചെയ്ത് വളരെ ക്രൂരതയാണ്. പഠിക്കാതെ എന്നവർ പറയുന്നത്, ഇവർ രാഷ്ട്രീയ പകപോക്കലാണ് പറയുന്നത്. ചില മാധ്യമങ്ങൾ അതിനോട് കൂട്ടുനിൽക്കുന്നത് അസൂയ ആലോചിച്ച് നോക്കിയും എത്ര ക്രൂരമാണ്, എത്ര വിവരമില്ലായ്മ അവർ കാണിക്കുന്നത്. ഈ വാർത്തകളെല്ലാം അവിടെയെല്ലാം സ്പ്രെഡ് ചെയ്യുന്നല്ലേ. ടീകോം എന്ന് പറഞ്ഞ സ്ഥാപനത്തെക്കുറിച്ചും അതിന്റെ റെപ്യൂട്ടേഷനെ കുറിച്ചും 1% പോലും മനസ്സിലാക്കാതെ കണ്ട് ഒരു വിദേശ കമ്പനി, അതായത് ദുബായ് ഭരണകൂടമായിട്ട് ഡയറക്റ്റ് ആക്സസ് ഉള്ള ഒരു സ്ഥാപനം അവിടെ കേരളത്തിൽ വന്ന് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ കരാർ അനുസരിച്ച് അവർ പിന്മാറുന്നു. അത് കേരളത്തിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനെ ഏറ്റവും മോശമായ വാക്കുകളിൽ തസ്കര സംഘം എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ ഈ രീതിയിൽ പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾ നമ്മളുടെ ഭാവിയെ പോലും ബാധിക്കുന്നതാണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ അല്ലെ കേരളത്തിന്റെ വികസനത്തിനാണല്ലോ അവർ ലക്ഷ്യം വെക്കുന്നത് ശത്രുത പരത്തുക. അത് ഒരു വിദേശ രാജ്യത്തെ ഈ കേരളത്തിനോട് ഏറ്റവും കൂടുതൽ അനുകമ്പ കാണിക്കുന്ന ഒരു വിദേശ രാജ്യത്തെ അവിടുത്തെ ഒരു വലിയ സംരംഭത്തിനോട് കാണിക്കുന്ന ഏറ്റവും നീചമായ പ്രവൃത്തിയാണ്. നമ്മുടെ നയതന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങളെ പോലും അത് ബാധിക്കും. ഇതൊന്നും മനസ്സിലാക്കാതെ കണ്ട് കേരളത്തിന് കിട്ടുന്ന ഈ അവസരത്തെ അഭിനന്ദിച്ചുകൊണ്ട് കേരള സർക്കാർ എടുത്ത ഒരു തീരുമാനത്തെ ഏറ്റവും നല്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ സർക്കാർ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമാണ് ടീകോം സ്ഥാപനം തിരിച്ചു പോകുമ്പോൾ അവരെ കരാറുമായിട്ടുള്ള കാര്യങ്ങൾ ആ വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകാന്നുള്ളത്. നമുക്ക് കൈവരിക്കുന്നത് എന്താണ്? നമുക്ക് കൈവരിക്കുന്ന സ്വർഗ്ഗതുല്യമായ സ്വപ്നതുല്യമായ ഒരു അവസരവും 236 ഏക്കർ അടങ്ങുന്ന ഒരു വലിയൊരു ഒരു പ്രദേശവും നമുക്ക് സർക്കാരിലേക്ക് വരികയും ഇന്നിപ്പോ നമുക്കറിയാം കേരളത്തിൽ ഒരു വ്യവസായ സംരംഭം തുടങ്ങാനായിട്ട് ഭൂമി കിട്ടാനില്ല. പ്രത്യേകിച്ച് കൊച്ചി പോലെയുള്ള ഇന്റർനാഷണൽ ആക്സസ് ഉള്ള ഒരു പ്രദേശത്ത് ഒരു നഗരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സിനുള്ള സ്ഥലപരിമിതിയുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ഇൻഫോ പാർക്ക് അടക്കം കൂടുതൽ വികസനങ്ങൾ സ്വപ്നം കാണുന്ന കാലത്താണ് ഇങ്ങനെ ഒരു ഭൂമി സർക്കാരിന്റെ കയ്യിലേക്ക് വരുന്നത്. അത് ആ നിലയിൽ ഉപയോഗിക്കാൻ സർക്കാരിനാകുകയും ചെയ്യും. ഇനി സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ നിയമവശങ്ങൾ പരിശോധിച്ച എല്ലാ തരത്തിലുമുള്ള പരിശോധനകൾ നടത്തിയ ശേഷമാണ് ഈ കരാറിൽ നിന്നും ടീകോം പിന്മാറുമ്പോൾ ആ ഭൂമി സർക്കാർ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നത്. പക്ഷേ അതിനെ മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷം രാഷ്ട്രീയ പകപോക്കൽ തീർക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. ശ്രീ റെജി ലൂക്കോസ് ആണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.